ഉണങ്ങിയിട്ട് പിടിച്ചു നോക്കിയ ഇതാ തേങ്ങ വീഴുന്ന ഇന്ന് ആരെങ്കിലും കിട്ടുമോ നോക്കിയ തേങ്ങ പറിക്കാൻ വേണ്ടിട്ട്. തേങ്ങ ഉണങ്ങി വീഴുന്നതായിരിക്കും. മിഞ്ഞാന്ന് ഇങ്ങനെ തന്നെ ഞാൻ അങ്ങേക്ക് പോകുമ്പോ എന്റെ മുമ്പിലാ വീണത്. ആരെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കിയ എല്ലാം ഉണങ്ങിയിട്ട് വീണോണ്ടിരിക്കുന്നു. ആളെ കിട്ടണ്ടേ? ഞാൻ എത്ര ദിവസമായി ആളെ നോക്കി നടക്കുന്നത്. ഉണങ്ങിയിട്ട് തന്നെയാണ് വീഴുന്നത്. ഞാൻ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആളെ കിട്ടുന്നില്ല, അതാണ് വലിയ പ്രയാസം. എന്തെല്ലോ ആൾക്കാർ തേങ്ങ വരക്കണോ സിനിമാട്ടൊക്കെ കയറി വെക്കുന്നത്. അതിന്റെ മേലെ തേങ്ങയെല്ലാം ഇടിഞ്ഞ് തീർന്നതല്ലേ? തീർന്നിട്ടൊന്നുമില്ല, ഇനിയുണ്ട്. ശ്രദ്ധിക്കണം, പനിയിൽ വീടാ പണിയെ പോകും. അതിൽ പോവാനും അവിടെ നടക്കാനും എല്ലാം പേടിയാണ്. ഞാൻ നോക്കട്ടെ, താഴത്തെ വളപ്പിലാറ്റം തേങ്ങ വരയ്ക്കാൻ വെട്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി അന്വേഷിച്ചത്. ഞാൻ പോയി നോക്കട്ടാ. എന്താ സ്മിത, കൊറേ ഇങ്ങോട്ട് കണ്ടിട്ട്? ഓ അതെയാ, അതാ ഇങ്ങോട്ടൊന്ന് കാണാത്ത. അത് ശരി. മാപ്പിളക്ക് സുഖമില്ലാണ്ടായിപ്പോയിനപ്പാ. അതെയാ, എന്താ പറ്റിയ? കാലിനൊരു വേദന. അത് നീ മാറിയില്ല? ഇപ്പൊ കുറച്ച് സുഖമുണ്ടപ്പാ. അതെയാ, ഇപ്പൊ പണിക്കൊക്കെണ്ടാ? ഇല്ല, പണിക്കൊന്നും പോക്കില്ല. അവർക്ക് അതെങ്കിലും പണി വേണമായിരുന്നു മാപ്പിളെ. ഇപ്പൊന്നും പണിയില്ലാത്ത വിഷമാണ്. അതെയാ, കൊറേ അസുഖം ഫുള്ളായിട്ട് മാറിയാ? ആ, അസുഖം മാറി. എന്തെങ്കിലും ഒരു പണി നിങ്ങളുടെ കമ്പനിയിലുണ്ടെങ്കിൽ കൊടുക്കോ? എന്ത് ജോലി ഹസ്ബൻഡ് അറിയാം? വണ്ടി എടുക്കൂ. ഡ്രൈവറാ? ആ, ഡ്രൈവറാണ്. ഞാൻ നോക്കട്ടെ, കമ്പനിയിൽ അവിടെ ഡ്രൈവർ ഒഴിവുണ്ടോ നോക്കട്ടെ. ഞാൻ അങ്ങനെയൊക്കെ സുമിനോട് പറയാം കേട്ടോ. സുമയില്ലേടാ? ആ, സുമി അത്തണ്ട്. സുമയാണ് കാണട്ടെ. ആ, തുറന്നോ? എന്താ സ്മിത, എവിടെയാന്ന് കൊറേ ആളെ കണ്ടിട്ട്? ഞാനെവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു. എന്നാ എവിടെ പോയിനെ? ഞാൻ മോളെടുത്ത് പോയിനെ. എതിയാ, എന്നിട്ടപ്പ വന്നാ? ഞാൻ ഇന്നലെ വന്നിന്. ഞാൻ ഇങ്ങനെ പറയാന്ന് അസ്മിതനെ കൊറേ ആളെ കാണാത്തേന്ന്. അസ്മിതക്ക് സുഖല്ല? ആ, നല്ലതന്നെ. എനിക്ക് ഒരു തേങ്ങ വേണേനു. തേങ്ങയാ? തേങ്ങേന്റെ കാര്യമായിരുന്നു പറയുന്നത്. തേങ്ങ വരയ്ക്കാൻ ആളെ കിട്ടായിട്ട് അവിടെ ഉണങ്ങിയിട്ട് വീഴുന്നു. ഇന്നലെ ഞാൻ അതിലെ നടന്നു പോകുമ്പോ മുമ്പ് തന്നെയാണ് വീണത് തേങ്ങ. ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറിക്കേനു. നിങ്ങൾ അടയാറ്റോ തേങ്ങ വരയ്ക്കുന്ന ആളുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആ, ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാ. ഞാനൊരു തേങ്ങ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ചമ്മന്തി ഇറക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് തരാം. എന്നാല് എന്നാ കുറച്ച് ഉണങ്ങീന്, എന്നാലും നല്ല തേങ്ങയാണ്. ബുദ്ധിമുട്ടായിക്കൂല? അത് കുഴപ്പമില്ല, ഞാൻ വേറെ എന്തെങ്കിലും ആയിക്കോളൂ. അപ്പൊ കറക്കിറക്കാനൊന്നും ഇല്ലായിട്ടാണ്. ഞാൻ പോട്ടെ. ആ, എന്നാ ഞാൻ പോട്ടെ. എന്നാ ശരി. ഞാൻ സുമയ്യാനോട് തേങ്ങ വാങ്ങാൻ വന്നതാ. അതെയാ, ഇടക്കിടക്ക് കേട്ടോ കേട്ടോ. കറക്കിറക്കാനൊന്നുമില്ല. തേങ്ങ വരയ്ക്കുന്ന ആളുണ്ടോന്നൊക്കെ പറഞ്ഞു. നേരത്തെ പറയുന്നുണ്ട് തേങ്ങ വരയ്ക്കാൻ വേണ്ടി ആളെ നോക്കണം. അയാളോട് ഞാൻ പറഞ്ഞത്, പക്ഷെ അയാൾക്ക് ഭയങ്കര ഡിമാൻഡ്. സുമി, തേങ്ങ വരയ്ക്കുന്ന ഒരാളുടെ അതിലേ പോകുന്നത്. നീ പോയി അയാളെ വിളിച്ചേ. സുമി, ഒരാളെ അതിലേ പോകുന്നു. ഹലോ ഹലോ, തേങ്ങ വരയ്ക്കാണ്ട് കേട്ടോ. തേങ്ങ വരയ്ക്കുന്ന പോവാ.
ഹലോ 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 അത് തേങ്ങ പറിക്കാനുണ്ട് ഇടാ, തേങ്ങ പറിക്കാനുണ്ട് ഇടാം, ഇവിടെ തേങ്ങ പറിക്കാനുണ്ട് ഇനു. ഒന്ന് പറിച്ചപ്പ എന്നാപ്പാ, എനിക്ക് വേറെ തേങ്ങ പറിക്കാനുണ്ട്, കുറച്ചേ ഉള്ളൂ, ഒന്ന് വേറെ തേങ്ങ പറിക്കാനുണ്ട്, ഇപ്പൊ സമയമില്ല. എന്നാപ്പാ അത് ഉണങ്ങിയിട്ട് തലയിലെല്ലാം പോകും, ഒന്ന് പറിച്ചപ്പ. ഏതാ കാണുന്നയ്യാ? അത് കൊറേ ഉയരം കൂടിയ തയ്യല്ലേ? ഉയരം അതിപ്പോ ഉയരം കൂടിയ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഉയരം കൂടിയ ഇമ്മല് പറയാനും കേട്ടാൻ കഴിയുമോ നിങ്ങളല്ലാണ്ട്? ചെറിയ തൈ തന്നെ എനിക്ക് കൊറേ പറിക്കാനുണ്ട്, സമയമില്ല. ഇനിയിപ്പോ ഉയരം കൂടിയ തൈമ കയറുന്ന ആളെ പോയി നോക്കാൻ കഴിയുമോ? നിങ്ങളൊന്ന് പറിച്ചു തന്നിട്ട് പോ. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിലേ കയറുവേ. ഈ തൈ എത്ര ഉയരത്തിലാ ഉള്ളേന്ന് അറിയോ? പിന്നെ തെയ്യാവുമ്പോ ഉയരം കൂടിയതുണ്ടാവും കുറഞ്ഞതുണ്ടാവും, എല്ലാം നിങ്ങൾ തന്നെയല്ല പറിക്കേണ്ടത്. ആ നോക്കട്ടെ. ഒന്നാ ഞാൻ കേറിയാ? ആ തേങ്ങ ഫുള്ളായി പറിച്ചേട്ടാ, ആ വളഞ്ഞേലെങ്കിൽ പറിച്ചേ. വീട് കണ്ട തേങ്ങ അങ്ങോട്ട് പോ, തേങ്ങ പറിക്കുന്നുണ്ട്, അങ്ങോട്ട് പോ. ആയാ ആ ബാക്കിയുള്ള പറിക്കറാ? ആയതെല്ലാം പറിച്ചു. ഇതില് 3 തേങ്ങ കിട്ടിയിട്ടില്ലേ? ബാക്കിയെല്ലാം ഉണങ്ങി വീണിട്ടുണ്ടാവും. അടുത്ത തയ്യടിയാന്ന് അതപ്പുറം അപ്പുറം രണ്ടെണ്ണം ഉണ്ട്. എടുത്തു മറിക്കാൻ പറ്റണ്ട? 3 തന്നെ ഉള്ളല്ലേ? കൊറേ ഉണങ്ങിയിട്ട് വീണ്ടുണ്ടാവും. ആ ഏതായാലും ആളെ മേക്ക് പോലല്ലോ, അതല്ലേ വലിയ അപകടം. ഇപ്പൊ നീ അലക്കിക്കൊണ്ടിരിക്കുമ്പല്ലേ നിന്റെ അടുത്ത് വീണത് അല്ലേ? ഇത് നടന്നു പോകുമ്പോ മേക്ക് വിടാൻ എന്താ സ്ഥിതി? അത് മാത്രല്ല ഇതെല്ലാം ഒരുപാട് വളർന്ന് കുറെ ഉയരം കൂടി പോയില്ലേ? പറഞ്ഞത് ശരി തന്നെയാണ്. നോക്കാം, നമുക്ക് ഇത് മാറ്റാൻ പറ്റുമോ നോക്കാം. മാറ്റിയിട്ട് ഒരു കാര്യം ചെയ്യ്, നീ അപ്പുറം പോയിട്ട് അയാളാണ് പറിക്കുന്നുണ്ടാവും, അപ്പുറം പോയിട്ട് അതും കുറക്കില്ല, ആ തേങ്ങ എടുത്തിട്ടോ. ഞാൻ അപ്പുറത്തേക്ക് അയാൾക്ക് കൊടുക്കണ്ടേ പൈസ എടുത്ത് തരാം കേട്ടാ. തേങ്ങ കംപ്ലീറ്റ് പറിച്ചോ? ആ തേങ്ങയെല്ലാം പറിച്ചു. എത്ര തൈല് ഏതാ പറിച്ചത്? 3 തൈ ഉണ്ടായിരുന്നു, 3 തൈലും പറിച്ചു. തേങ്ങ കുറച്ചേ ഉള്ളൂ. ഇപ്പം പൊതുവെ തേങ്ങയെല്ലാം പിടുത്തം കുറവാണ്, കുറേ തൈ ഉണ്ടെന്നേ ഉള്ളൂ. തേങ്ങ കുറച്ചേ കിട്ടുന്നുള്ളൂ. ഇവിടെ മാത്രം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോൾ പോയിട്ട് ഇനിയും കുറേ തൈമ കയറാനുണ്ട്. കുറച്ച് വെള്ളം വേണ്ട കുടിക്കാൻ. കൂലി എത്രയാന്ന്? ഒരു തൈമ കയറിയാൽ എത്രയാ? ഒരു തൈനിലും കയറിയാൽ 100 റുപ്യ. ഇപ്പൊ 3 തൈൻ്റെ ഞാൻ കയറിയത് 300 റുപ്യ. 100 റുപ്യനായിട്ട് തന്നെ എനിക്ക് ഭയങ്കര പണിയാണ്. എനിക്കിപ്പോ ഈ 100 റുപ്യ നല്ല പണിയാണ്. രാവിലെ പോയാല് രാത്രിയാ വീട്ടിലെത്തുക, ഇത്രയും തിരക്കാണ്. ഇപ്പൊ എനിക്ക് എത്ര പണിയുണ്ടെന്ന് അറിയാം പോയി എടുക്കാൻ വേണ്ടിട്ട്.
100 കുറച്ചധികല്ലേ? എടുക്ക് പൈസ എടുക്ക്, ഞാൻ പോണേ. 300 ആണോ? ആ 300 ആണോ? പൈസ നോക്കട്ടെ. ഒരു ചാക്ക് വരുമോ? ചാക്കെന്തിനാ? തേങ്ങ എടുക്കാന്. തേങ്ങ ഇവിടെ ആകെ അത്ര തേങ്ങ ഇട്ടിരിക്കൂ. ഒരു തൈമ കറിയാല് 2 തേങ്ങ എടുക്കാം. ആകെ 10 തേങ്ങ കിട്ടിയില്ല കൂടിയിട്ട്. 3 തൈമ കറിയാല് 6 തേങ്ങ. ഇതെന്ത് പരിപാടിയാണ്? അല്ല നമ്മ എല്ലായിടത്തും പോയിട്ട് പച്ചാലും എടുക്കുന്നതാണ്. അത് നല്ല അത് വലിയ തേങ്ങ നോക്കിട്ട് എടുത്തിട്ട് നോക്ക്. അപ്പൊ തൈന്റെ മേലെ 1 തേങ്ങയുള്ളെങ്കിലോ? അതന്നെ. ഇല്ല, നമ്മള് തേങ്ങ 2 ഉണ്ടെങ്കിൽ മാത്രമേ കയറൂ. 2 കുറവുള്ള തൈമിൽ കയറില്ല. പഠിക്കണമെന്നാ പോരാ, തേങ്ങ വീണ്ടെടുത്താ പോരാ. അപ്പൊ 2 തേങ്ങ നിങ്ങൾ എടുക്കുക. ആ 2 തേങ്ങ ഞാൻ എടുക്കും. ആ 2 തേങ്ങയും തന്നെ നിങ്ങൾക്ക് 100 റുപ്യം തരണം. അല്ല, നമ്മളെ പണിയാ അത്. എന്നാ ശരി, തിരക്കുള്ള സ്ഥലം ഉണ്ടെന്നല്ല പറഞ്ഞേ, വേഗം വിട്ടോ. എന്നാ ഞാൻ പോട്ടെ. എടുത്തോ. ഒരാണെങ്കിലും 300 6 തേങ്ങ. ആ 3 തൈര് കയറിയിട്ടു. അത് നല്ല തേങ്ങ നോക്കിട്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, തൈയെല്ലാം കംപ്ലീറ്റ് മുറിപ്പിക്കാം. അതാ നല്ലത്. എന്നിട്ട് പകരം ഉള്ളൻ തെങ്ങില്ലേ അത് വെക്കാം. അതാകുമ്പോ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുണ്ട്. വേഗം അത് മുറിക്കാനുള്ള ആളെ നോക്കിക്കോ, അല്ലെങ്കിൽ പിന്നെ ആദ്യം തേങ്ങ തലയിൽ വീണു. ഞാൻ നോക്കട്ടെ. അതാകുമ്പോ നമുക്ക് തന്നെ പറിക്കാലോ. അതെ.